CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണമില്ല. ഹർജി തള്ളിയിരിക്കുന്നു. CMRL എക്സാലോജിക് ഇടപാടുകളിൽ വളരെ വിവാദമുണ്ടായിരുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റേതായ ചില കണ്ടെത്തലുകളെ തുടർന്ന് വിവാദവും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ പല കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഒന്നാണ്. അതിലൊരു ഹർജിയാണിത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. ഇതിൽ തുടരന്വേഷണം ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി രാഗിൻ നമുക്കൊപ്പം ചേരും. എക്സാലോജിക്കൽ വിജിലൻസ് അന്വേഷണമില്ല. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു അന്വേഷണമാണ്. CMRL എക്സാലോജിക് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിക്ക് നേരെ അന്വേഷണം നീളുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നു. ഈ കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. രാഗിൻ ചേർന്നു വിവരങ്ങളുമായി. രാഗിൻ, എന്താണ് വിശദാംശങ്ങൾ? ഈ സുപ്രധാനമായ ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. 2 ഹർജികളും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിജിലൻസ് എൻക്വയറിയാണ് ആവശ്യപ്പെട്ടിരുന്നത്. 2 പെറ്റീഷനിൽ ഒന്ന് ഗിരീഷ് ബാബു നൽകിയ പെറ്റീഷനായിരുന്നു. അതായത് CMRL എക്സാലോജിക് ഇടപാട്, അതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നാണ് ആ ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ കീഴ്ക്കോടതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആ പെറ്റീഷൻ തള്ളിയിരുന്നതാണ്. അതിനെതിരെയുള്ള റിവിഷൻ പെറ്റീഷനാണ് ഹൈക്കോടതിയിൽ എത്തിയത്. പക്ഷേ ഹൈക്കോടതിയും അത് പരിഗണിച്ചിട്ടില്ല. മാത്യു കുഴൽനാടന്റെ പെറ്റീഷൻ എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി വീണ വിജയൻ അതോടൊപ്പം തന്നെ എക്സാലോജിക് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് CMRL എക്സാലോജിക് ഇടപാട് മാത്രമായിരുന്നു മുന്നോട്ട് വെച്ചത്. മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ആ എതിർ ഹർജികളിൽ ഉണ്ടായിരുന്നില്ല. ഈ 2 ഹർജികളും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ, അതിന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പക്ഷേ കീഴ്ക്കോടതി ഇക്കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന ഒരു നിലപാടിലേക്കാണ് കോടതി എത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നേരത്തെ ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണ്ടെത്തലായിരുന്നു ഇതിനൊക്കെയുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ 1.72 കോടി രൂപ എക്സാലോജിക് എന്ന കമ്പനിക്ക്, വീണ വിജയന്റെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സേവനമില്ലാതെ കിട്ടി എന്നതായിരുന്നു കണ്ടെത്തലായി വന്നിരുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും, അതായത് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ കമ്പനി പണം നൽകിയിട്ടുണ്ട്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടിന്റെ പരിധിയിൽപ്പെടും എന്നതായിരുന്നു കണ്ടെത്തൽ. അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി കിട്ടിയ എമൗണ്ട് ആണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളായി ഉയർന്നു. അതോടൊപ്പം തന്നെ ഇത് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള അനധികൃതമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമാണ്. ആ പോസ്റ്റ് ദുരുപയോഗം ചെയ്താണ് വീണ വിജയൻ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുണ്ടായി. തുടർന്നാണ് ഇതിൽ മറ്റ് അന്വേഷണങ്ങൾ വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SFIയുടെ അന്വേഷണമുണ്ട്. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിലാണ് ഒരു വിജിലൻസ് എൻക്വയറി എന്നൊരു ആവശ്യവുമായി ഈ 2 ഹർജിക്കാർ കീഴ്ക്കോടതികളിൽ എത്തിയത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും നടത്തിയത്. പക്ഷേ വിജിലൻസ് അത് പരിഗണിച്ചിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ എത്തിയത്. ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഈ 2 ക്രിമിനൽ അപ്പീലുകളും തള്ളിയിരിക്കുകയാണ്. അതാണ് ജസ്റ്റിസ് K. ബാബു വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. കാരണം മറ്റ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അപ്പീൽ പോകാൻ അവകാശമുണ്ടാകും. ഹർജിക്കാർക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. എന്തായാലും ഹർജിക്കാർക്ക് അപ്പീലുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുമ്പോഴും അതിൽ ഒരു അപ്പീലുകാരൻ നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്, അല്ലേ? അതെ, ഗിരീഷ് ബാബു ആണ് ഇതിൽ ഒരു ഹർജിക്കാരൻ. അത് അദ്ദേഹം 47ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് അദ്ദേഹത്തിന് കുടുംബം ഈ ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇതൊരു പൊതുവിഷയമായതുകൊണ്ട് ഈ ഹർജി നിലനിൽക്കും എന്ന കാര്യമാണ് ഹൈക്കോടതി അന്ന് സ്വീകരിച്ചത്. മാത്രമല്ല അമിക്കസ് ക്യൂറിയെ കോടതി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അമിക്കസ് ക്യൂറി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു. അന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞിരുന്നത് അത്തരത്തിൽ ഹർജിയുമായി പോകാൻ അവകാശമുണ്ടെന്നും കീഴ്ക്കോടതിയുടെ നിലപാടുകൾ ശരിയല്ല എന്നുമാണ് അമിക്കസ് ക്യൂറി അറിയിച്ചിരുന്നത്.